ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ 5. ഒരു ചെറിയ ഭാഗത്തേക്കാൾ അധികം. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. ഒരു പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോൾ നാം എല്ലാവരും നമ്മുടെ ഒരൽപ ഭാഗം പിന്നിൽ ഉപേക്ഷിച്ചാണ് പോകുന്നത്. എന്നാൽ അന്റാർട്ടിക്കയിലെ തണുപ്പേറിയതും വിജനവുമായ വില്ലാസ് ലാസ് എസ്ട്രലിയാസിലെ ദീർഘകാല താമസക്കാരനാകാൻ നിങ്ങളുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും. ഏറ്റവും അടുത്ത ആശുപത്രി 625 മൈൽ അകലെയായതിനാൽ ഒരു വ്യക്തിക്ക് തൻ്റെ അപ്പൻഡിക്സ് പൊട്ടിയാൽ ഗുരുതരമായ പ്രശ്നമുണ്ടാകും. അതിനാൽ ഓരോ പൗരനും അവിടെ പോകുന്നതിന് മുമ്പ് ആദ്യം അപ്പൻഡിക്സ് നീക്കം ചെയ്യണം. കഠിനമായി തോന്നുന്നു അല്ലേ? എന്നാൽ അത് ദൈവരാജ്യത്തിലെ താമസക്കാരനാകുന്നതിൻ്റെ അത്രയും കടുപ്പമല്ല. കാരണം അവൻ്റെ വ്യവസ്ഥകളെ അനുസരിച്ചല്ല, അവരുടെ സ്വന്തം വ്യവസ്ഥകൾ അനുസരിച്ച് യേശുവിനെ അനുഗമിക്കാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അതിനാൽ ഒരു ശിഷ്യൻ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് യേശു പുനർനിർവചിക്കുന്നു. അവൻ പറഞ്ഞു, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. അവനോടും അവൻ്റെ രാജ്യത്തോട് മത്സരിക്കുന്ന എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. നമ്മുടെ ക്രൂശ് എടുക്കുമ്പോൾ ക്രിസ്തുവിനോടുള്ള ഭക്തി നിമിത്തം സാമൂഹികവും രാഷ്ട്രീയവുമായ അടിച്ചമർത്തലുകളും മരണത്തെപ്പോലും അനുഭവിക്കാനുള്ള സന്നദ്ധത നാം പ്രഖ്യാപിക്കുകയാണ്. ഉപേക്ഷിക്കുന്നതിനും എടുക്കുന്നതിനുമൊപ്പം അവനെ യഥാർത്ഥമായി അനുഗമിക്കുവാനുള്ള സന്നദ്ധതയും നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. സേവനത്തിലേക്കും ത്യാഗത്തിലേക്കും യേശു നമ്മെ നയിക്കുമ്പോൾ യേശുവിൻ്റെ നേതൃത്വം പിന്തുടരുന്നതിൻ്റെ അനുനിമിഷമുള്ള ഒരു ഭാവമാണിത്. യേശുവിനെ അനുഗമിക്കുക എന്നതിനർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഉപേക്ഷിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. യേശു നമ്മെ സഹായിക്കുന്നതനുസരിച്ച് നമ്മുടെ മുഴുവൻ ജീവിതവും, നമ്മുടെ ശരീരം ഉൾപ്പെടെ യേശുവിന് മാത്രം കീഴ്പ്പെടുത്തുകയും സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ചിന്തിക്കുക, യേശുവിനെ അനുഗമിക്കുക എന്നതിന് നിങ്ങളെ സംബന്ധിച്ച് അർത്ഥമെന്താണ്? നിങ്ങളുടെ ജീവിതം എങ്ങനെ അവനു വേണ്ടി ത്യജിക്കാനാണ് യേശു നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? ദൈവത്തിന് മഹത്വം.